നമസ്കാരം. വാർത്താവേള ആരംഭിക്കുകയാണ്. വാർത്തകൾ തത്സമയം യൂട്യൂബിൽ കാണുവാൻ കേരള വിഷൻ ന്യൂസ് 24/7 സന്ദർശിക്കുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ട്വിറ്ററിലും ഞങ്ങളെ ഫോളോ ചെയ്യാം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ നിയമസഭാ സമ്മേളനം വെട്ടിച്ചുരുക്കി അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. ബഹളങ്ങൾക്കിടെ ധനബില്ലും ധനവിനിയോഗ ബില്ലും ചർച്ചയില്ലാതെ പാസാക്കി. നീക്കം പ്രതിപക്ഷം നടുത്തളത്തിൽ സത്യാഗ്രഹം നടത്തിയതിന് പിന്നാലെ. സർക്കാരിന് ധിക്കാരപരമായ നിലപാടെന്ന് പ്രതിപക്ഷം. ബ്രഹ്മപുരം വിഷയത്തിൽ ലോക്സഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ്. ഹരിത ട്രൈബ്യൂണൽ ഉത്തരവ് ചർച്ച ചെയ്യണമെന്ന ആവശ്യം. ഭരണ പ്രതിപക്ഷ ബഹളത്തിൽ ഇന്നും പാർലമെന്റ് പ്രക്ഷുബ്ധമായേക്കും. രാഹുൽ ഗാന്ധിയുടെ ലണ്ടൻ പരാമർശത്തിൽ മാപ്പ് പറയണമെന്ന ആവശ്യത്തിൽ ഉറച്ച് BJP. ലൈഫ് മിഷൻ കോഴക്കേസിൽ മുൻ CEO UV ജോസ് വീണ്ടും ED ഓഫീസിൽ ഹാജരായി. കഴിഞ്ഞയാഴ്ച UV ജോസിന്റെ മൊഴിയെടുത്തത് 2 തവണ. കേസിൽ അറസ്റ്റിലായ യൂണിടാക് MD സന്തോഷ് ഈപ്പനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഇടപാടുമായി ബന്ധപ്പെട്ട് സന്തോഷ് ഈപ്പൻ 4 കോടിയോളം കോഴ നൽകിയെന്ന് കണ്ടെത്തൽ. മുൻ അഡ്വക്കേറ്റ് ജനറൽ KP ദണ്ഡപാണി അന്തരിച്ചു. സിവിൽ, ക്രിമിനൽ, ഭരണഘടന, കമ്പനി നിയമങ്ങളിൽ പ്രഗത്ഭനായ അഭിഭാഷകൻ. അദ്ദേഹം കൊച്ചിയിൽ ചികിത്സയിലിരിക്കും. കാനഡയിലും ഓസ്ട്രേലിയയിലും ഖലിസ്ഥാൻവാദികളുടെ പ്രതിഷേധം. UK-യിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ആക്രമിക്കപ്പെട്ട സംഭവത്തെ അപലപിച്ച അമേരിക്ക. രാജ്യത്തെ ഇന്ത്യൻ നയതന്ത്ര മേഖലകൾക്കും ഉദ്യോഗസ്ഥർക്കും സുരക്ഷ ഉറപ്പാക്കുമെന്നും US. സംഭവത്തിൽ അന്വേഷണം തുടങ്ങിയെന്ന് സുരക്ഷാ വക്താവ്. വനിതാ പ്രീമിയർ ലീഗിൽ ഇന്ന് 2 മത്സരങ്ങൾ. ബാംഗ്ലൂർ മുംബൈയെയും ഡൽഹി UP-യെയും നേരിടും. മുംബൈ ഇന്ത്യൻസിനെ 9 വിക്കറ്റിന് തോൽപ്പിച്ച് ഡൽഹി ക്യാപിറ്റൽസ്.